വിയൂർ സെൻട്രൽ ജയിലിലെ തടവുകാരൻ രക്ഷപ്പെട്ടു. നിരവധി ക്രിമിനൽ കേസുകളിലും മോഷണ കേസിലും പ്രതിയായ ബാലമുരുകൻ എന്ന തടവുകാരനാണ് പോലീസിനെ വെട്ടിച്ച് കടന്നുകളഞ്ഞത്. തൃശൂർ നഗരത്തിൽ പോലീസ് വ്യാപക പരിശോധന നടത്തുന്നു. MS ലിഷോയ് ചേരുന്നു വിവരങ്ങളുമായി. ലിഷോയ്, എപ്പോഴാണ് എങ്ങനെയാണ് ഈ പ്രതി രക്ഷപ്പെട്ടത്? ഇന്നലെയാണ് ഈ പ്രതി രക്ഷപ്പെട്ടത്. ഇന്നലെ രാത്രി ഈ ബാലമുരുകനെ തൃശ്ശൂരിലേക്ക് എത്തിച്ചതായിരുന്നു. തമിഴ്നാട് പോലീസിന് കസ്റ്റഡിയിൽ വിട്ടുകൊടുത്തതായിരുന്നു. ഒരുപാട് കേസുകളിൽ പ്രതിയാണ് ഇയാൾ. അതുകൊണ്ട് തന്നെ ഇയാൾക്ക് ഇടയ്ക്കിടയ്ക്ക് ഈ പുറത്തുള്ള കേരളത്തിന് പുറത്തുമുള്ള കോടതികളിൽ ഹാജരാക്കേണ്ട സ്ഥിതിയുണ്ട്. അതുകൊണ്ട് തന്നെ അങ്ങനെ തമിഴ്നാട് പോലീസിന് കൈമാറി. തമിഴ്നാട് പോലീസ് തിരികെ എത്തിക്കുന്നതിനിടയിൽ ഭക്ഷണം കഴിക്കാനായി വാഹനം നിർത്തിയ സമയത്ത് ഈ വിയൂർ സെൻട്രൽ ജയിലിന് അടുത്ത് വെച്ച് തന്നെയാണ് ആ ഭാഗത്ത് വെച്ച് ഇയാൾ ഈ വാഹനത്തിൽ നിന്ന് ഓടി രക്ഷപ്പെട്ടത്. നേരത്തെയും ഇയാൾ തമിഴ്നാട് പോലീസിന്റെ പക്കൽ നിന്ന് തന്നെ രക്ഷപ്പെട്ടിട്ടുണ്ട്. അന്ന് ബസ്സിൽ നിന്ന് ഇറങ്ങി ഓടുകയാണ് ഉണ്ടായത്. അതായത് ഇത് പോലീസിന്റെ തന്നെ ബസ്സിൽ നിന്ന് ചാടി ഇറങ്ങി ഓടുകയാണ് ഉണ്ടായത്. അന്നും ഇയാൾ അധികം വൈകാതെ തന്നെ പിടിക്കപ്പെടുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. ഏകദേശം 53ഓളം കേസുകളിൽ പ്രതിയാണ് ഇയാൾ. മോഷണ കേസുകൾ, അതുപോലെ തന്നെ വധശ്രമ കേസുകൾ ഉൾപ്പെടെ നിരവധി കേസുകൾ ഉണ്ട്. ഈ രക്ഷപ്പെടുന്ന സമയത്ത് ഇയാൾ കറുത്ത ഷർട്ടും മുണ്ടുമാണ് ധരിച്ചിരുന്നത് എന്നാണ് പോലീസ് പറയുന്നത്. എന്തായാലും ഈ പോലീസ് വ്യാപകമായി തൃശൂർ സിറ്റി പോലീസ് പ്രതി രക്ഷപ്പെട്ടിട്ട് മണിക്കൂറുകൾ പിന്നിടുകയാണ്. അപ്പോൾ ഏത് രീതിയിലാണ് അന്വേഷണം? എന്തെങ്കിലും ഒരു സൂചന ലഭിച്ചതായി വിവരമുണ്ടോ? സൂചനകളൊന്നും തന്നെ ലഭിച്ചതായി വിവരമില്ല. കാരണം ഇയാൾക്ക് ഈ എത്രയും പെട്ടെന്ന് രക്ഷപ്പെടാനായുള്ള അവസരങ്ങൾ നേരത്തെ തന്നെ ഒരുക്കിയിട്ടുണ്ടായിരുന്നു എന്നുള്ള ഒരു സംശയവും പോലീസ് പ്രകടിപ്പിക്കുന്നു. കാരണം ഇയാൾ ഈ രക്ഷപ്പെട്ടതിന് ശേഷം അവിടെ നിന്ന് മറ്റൊരു വാഹനത്തിൽ കയറി പോയി എന്നുള്ളൊരു പ്രാഥമികമായ ഒരു സൂചന ലഭിച്ചിട്ടുണ്ട്. അതല്ലാതെ മറ്റൊരു തരത്തിലുള്ള സൂചനയും പോലീസിന് ലഭിച്ചിട്ടില്ല. എന്തായാലും ഇയാൾക്കായുള്ള തിരച്ചിൽ ഇപ്പോഴും തുടരുന്നുണ്ട്. ശരി ലിഷോയ്, ബാലമുരുകൻ എന്ന തടവുകാരനാണ് പോലീസിനെ വെട്ടിച്ച് കടന്നുകളഞ്ഞത്. ഇയാൾക്ക് രക്ഷപ്പെടാനുള്ള ഒരു പ്ലാൻ ഉണ്ടായിരുന്നു. പുറത്തുനിന്ന് സഹായം ലഭിച്ചു എന്ന തരത്തിലൊക്കെ സംശയം നിലനിൽക്കുന്നുണ്ട്. എന്തായാലും തൃശൂർ നഗരത്തിൽ പോലീസ് വ്യാപക പരിശോധന നടത്തുകയാണ്. MS ലിഷോയാണ് വിവരങ്ങൾ നൽകിയത്.